ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിപ്പാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെരമ്യാ 31:3 ഇപ്രകാരം പറയുന്നു: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 40 വർഷം മരുഭൂമിയിൽ സഞ്ചരിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് നിരവധിയായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശത്രുവിൻ്റെ ആക്രമണമൊക്കെ നേരിട്ടു. എന്നാൽ അവരിൽ തന്നെ ഉണ്ടായ മത്സരവും പെറുവെറുപ്പും ദൈവകോപത്തിന് കാരണമായി തീർന്നു. അനേകർക്ക് ജീവഹാനി സംഭവിച്ചു. എങ്കിലും അവരിൽ ശേഷിച്ച ചെറിയൊരു കൂട്ടം അവസാനത്തോളം പിടിച്ചു നിന്നു. വാളിന് തെറ്റി ശേഷിച്ചവർ മരുഭൂമിയിൽ ദൈവകൃപ കണ്ടെത്തിയെന്ന് ഈ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പെട്ട് നാം തകർന്നു പോകുവാൻ ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. വേദനകളും ഭാരങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ നമുക്ക് പ്രയാസകരമായി തോന്നിയേക്കാം. എന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒഴിഞ്ഞു പോകുവാൻ ദൈവം നമ്മൾക്ക് അവസരങ്ങൾ ധാരാളം തന്നു. നിരാശയുടെ അടിത്തട്ടിലേക്ക് വീണുപോയപ്പോൾ ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഏതൊരു വ്യക്തിയെ നമ്മെ സ്നേഹിക്കുന്നതിനപ്പുറമായി നമ്മെ ആഴമായി സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ കുറവുകളെ ക്ഷമിക്കുന്ന, നമ്മെ വീണ്ടും പണിയുന്ന മാറാത്ത സ്നേഹം, നിത്യമായ സ്നേഹം. മനുഷ്യൻ്റെ സ്നേഹവും കരുതലും ഒക്കെ മാറിപ്പോകും, അവസരത്തിനൊത്ത് പലതും മാറിപ്പോകും. എന്നാൽ ഒരു കാലത്തും തീർന്നു പോകാത്ത സ്നേഹവുമായി നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ട്. അവൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവൻ പറയുന്നു: ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്.